ഈ കപ്പ് ഈ ഹൈറ്റിൽ നിന്നും താഴെ ഇട്ടാൽ എന്ത് സംഭവിക്കും? റെഡി? കപ്പ് താഴെ വീഴും, പൊട്ടിപ്പോവും. കാരണം നമുക്കെല്ലാവർക്കും അറിയാം ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലം. എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഈ ഗ്രാവിറ്റി ഒരു കള്ളമാണെങ്കിലോ? ഈ കപ്പ് താഴെ വീണിട്ടേ ഇല്ലെങ്കിലോ? വീണത് നമ്മുടെ വെറും തോന്നലാണെങ്കിലോ? ആൻഡ് ഇല്യൂഷൻ. ഓക്കെ, നമുക്കിത് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. റെഡി? ഈ കപ്പ് ഒരിക്കലും താഴെ വീണിട്ടില്ല. ഭൂമി അതിനെ ആകർഷിച്ച് വലിച്ചെടുത്തിട്ടുമില്ല. നിങ്ങളെല്ലാവരും സ്കൂളിൽ പഠിച്ച, നിങ്ങൾ ഓരോ നിമിഷവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രാവിറ്റി എന്ന ഫോഴ്സ് ഒരു കള്ളമാണ്. എ കംഫർട്ടബിൾ ലൈ. ഈ വീഡിയോയിലൂടെ അധികം ആർക്കും അറിയാത്ത ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കാൻ പോകും. അതും കഠിനമായ മാത്സോ തലപുകയ്ക്കുന്ന സാങ്കേതികതയോ ഒന്നുമില്ലാതെ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന സാധാരണ ഭാഷയിൽ. That's my guarantee for the next 10 minutes. If you are ready, here we go. ഗ്രാവിറ്റി എന്ന് കേൾക്കുമ്പോൾ ആദ്യം എന്താണ് ഓർമ്മ വരുന്നത്? ആപ്പിൾ. പിന്നെ ഐസക് ന്യൂട്ടൺ. ന്യൂട്ടന് മുമ്പും വസ്തുക്കൾ താഴേക്ക് വീഴുന്നതിനെ പറ്റി ആളുകൾ ചിന്തിച്ചിരുന്നു. എന്നാൽ അക്കാലത്തെ വിശ്വാസം അനുസരിച്ച് അഗ്നി, വായു തുടങ്ങിയവ മുകളിലേക്കും ഭൂമി, ജലം എന്നിവ താഴേക്കും ചലിക്കുന്നു എന്ന് കരുതിപ്പോരുന്നു. ഇത്തരത്തിൽ പഞ്ചഭൂത നിർമ്മിതമായ എല്ലാ വസ്തുക്കളുടെയും അന്തർലീനമായ ഒരു സ്വഭാവമാണ് ഇതെന്നായിരുന്നു വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഐസക് ന്യൂട്ടനാണ് ആദ്യമായി എന്തുകൊണ്ട് വസ്തുക്കൾ താഴേക്ക് വീഴുന്നു എന്ന് ശാസ്ത്രീയമായി ചിന്തിച്ചത്. By doing so, he came up with one of the most beautiful laws in physics. നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ച the universal law of gravitation. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും അവയുടെ മാസിന് ആനുപാതികമായും ദൂരത്തിന് വിപരീതമായും പരസ്പരം ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മനോഹരമായ ഇക്വേഷനിലൂടെ ന്യൂട്ടൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ആപ്പിളിനെ താഴെ വീഴ്ത്തുന്ന ഇതേ ആകർഷണം തന്നെയാണ് ഭൂമിക്ക് ചുറ്റും ചന്ദ്രനെ കറക്കുന്നതെന്നും ന്യൂട്ടൻ തെളിയിച്ചു. ദൈവത്തിൻ്റെ സ്വർഗലോകത്തെയും മനുഷ്യൻ്റെ ഭൂമിയിലെ നിയമങ്ങൾ ഒന്ന് തന്നെയാണെന്ന് നമ്മൾ തിരിച്ചറിയുകയായിരുന്നു. ഇതാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഗ്രാവിറ്റി. ഇറ്റ് സിമ്പിൾ, എലഗൻറ്റ്, എല്ലാത്തിനും പുറമെ ഇറ്റ് മേക്സ് സെൻസ്. കാരണം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഗ്രാവിറ്റി ഇതാണ്. ഓൾസോ ഇറ്റ് വർക്ക്സ് പ്രിറ്റി വെൽ. സൗരയൂഥത്തെക്കുറിച്ചും സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ ചലനത്തെക്കുറിച്ചും അറിയാനുമൊക്കെ ന്യൂട്ടോണിയൻ ഗ്രാവിറ്റി നമ്മളെ സഹായിച്ചു. കൂടാതെ അന്ന് വരെ അറിയപ്പെടാതിരുന്ന ഒരു 8ാമത്തെ ഗ്രഹത്തിൻ്റെ സാന്നിധ്യം പ്രവചിക്കുകയും പിന്നീട് നെപ്റ്റ്യൂണിനെ കണ്ടെത്തിയതിലൂടെ ഈ പ്രവചനം സത്യമാവുകയും ചെയ്തു. ഇത് ഈ നിയമത്തിനെ കൂടുതൽ പവർഫുള്ളാക്കി മാറ്റി. അങ്ങനെ കാലങ്ങൾ, നൂറ്റാണ്ടുകൾ കടന്നുപോയി. നമ്മുടെ അറിവിലും ടെക്നോളജിയിലുമൊക്കെ വിസ്ഫോടനകരമായ പല മാറ്റങ്ങളും ഉണ്ടായി. കൂടാതെ ന്യൂട്ടോണിയൻ ഗ്രാവിറ്റിയിലെ ചില പോരായ്മകളും നമ്മൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു. ഉദാഹരണത്തിന് മെർക്കുറിയുടെ അല്ലെങ്കിൽ ബുധൻ്റെ ഓർബിറ്റ്. മെർക്കുറിയുടെ ഓരോ ഓർബിറ്റിലും ഉണ്ടാകുന്ന വ്യതിയാനം ചെറുതെങ്കിലും ഇത് ന്യൂട്ടൻ്റെ തിയറി പ്രഡിക്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതലായിരുന്നു. കൂടാതെ ന്യൂട്ടൻ്റെ ഗ്രാവിറ്റി ഇൻസ്റ്റന്റേനിയസ് ആണ്. അതായത് സൂര്യൻ ഈ നിമിഷം അപ്രത്യക്ഷമായാൽ അതിൻ്റെ എഫക്റ്റ് അപ്പോൾ തന്നെ ഭൂമിയിലുണ്ടാകും. എന്നാൽ പ്രകാശവേഗതയാണ് ഏതൊരു ഇൻഫർമേഷനും ട്രാവൽ ചെയ്യാൻ കഴിയുന്ന മാക്സിമം സ്പീഡെന്ന് അതിനോടകം തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ഇതിനൊന്നും കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ തരാൻ ന്യൂട്ടൻ്റെ തിയറിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദിസ് ഗൈ കെയിം ഇൻ ടു ദ പിക്ചർ ആൻഡ് സെഡ്, തൻ്റെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് തോട്ട് ഒരു റൂഫ് ടോപ്പിൽ നിന്നൊരു മനുഷ്യൻ താഴേക്ക് വീഴുന്നതാണ്. സാഡസ്റ്റ്. എന്താണ് ഈ ക്രൂരതയിൽ ഐൻസ്റ്റീൻ ഇത്ര സന്തോഷം തോന്നാൻ കാരണം? അത് മനസ്സിലാകണമെങ്കിൽ നമുക്കൊന്ന് സ്പേസ് വരെ പോകേണ്ടി വരും. അങ്ങനെ ഏറെ നാളത്തെ യാത്രയ്ക്ക് ശേഷം നിങ്ങൾ ഡീപ്പ് സ്പേസിലെത്തിയിരിക്കുകയാണ്. നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒന്നും കണ്ണെത്താ ദൂരത്തെങ്ങുമില്ല, എങ്ങും ഇരുട്ട് മാത്രം. യു ആർ ഇൻ ഡീപ്പ് ഡാർക്ക് സ്പേസ്. കൂടാതെ നിങ്ങളുടെ റോക്കറ്റും ഓഫാണ്. സോ ദർ ഈസ് നോ ഗ്രാവിറ്റി, നോ ഫോഴ്സ്,
നത്തിങ്. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഭാരമുണ്ടാകുമോ? തീർച്ചയായും ഇല്ല. സീറോ ഗ്രാവിറ്റിയാണ്. നിങ്ങളിങ്ങനെ മിഡ് എയറിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. നിങ്ങൾ കയ്യിലുള്ള ഒരു ഒബ്ജക്റ്റിനെ എവിടെ വെക്കുന്നോ അത് അവിടെ തന്നെ നിന്ന് ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇനി അതല്ല, ഒരു ഇനിഷ്യൽ പുഷ് കൊടുത്താലോ ആ ഡയറക്ഷനിൽ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങളും റോക്കറ്റുമെല്ലാം ഏത് വേഗതയിലാണോ അതേ വേഗതയിൽ ഒരു നേർരേഖയിൽ അനന്തമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കും, അൻറ്റിൽ ഒരു ഫോഴ്സോ ആക്സിലറേഷനോ ഉണ്ടാകുന്നത് വരെ. റെസ്റ്റിലാണെങ്കിലും ഇതെല്ലാം സെയിം തന്നെയാണ്. അതും ഒരു നോൺ ആക്സിലറേറ്റിംഗ് കണ്ടീഷൻ തന്നെയാണ്. ഇതാണ് പണ്ട് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമത്തിലൂടെ മറ്റൊരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയത്. എനിവേ, ഇത്തരത്തിൽ റെസ്റ്റിലുള്ള അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് സ്പീഡിലുള്ള റെഫറൻസ് ഫ്രെയിമുകളെ നോൺ ആക്സിലറേറ്റിംഗ് അല്ലെങ്കിൽ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസസ് എന്നാണ് പറയുന്നത്. ഡോണ്ട് വറി അബൌട്ട് ദീസ് ടെക്നിക്കൽ ടേംസ്. ഈ ഐഡിയ മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. സോ ഒന്നുകൂടി ഈ ഐഡിയ സിമ്പിളാക്കി പറഞ്ഞാൽ, നിങ്ങളൊരു ഇനേർഷ്യൽ ഒബ്സർവർ ആണെങ്കിൽ നിങ്ങൾ ആക്സിലറേറ്റ് ചെയ്യില്ല, നിങ്ങൾക്ക് ഭാരമുണ്ടാകില്ല. ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ നേർരേഖയിലോ അല്ലെങ്കിൽ റെസ്റ്റിലോ അനന്തമായി തുടരുക എന്നതാണ് നിങ്ങളുടെ സ്വാഭാവികമായ ചലനം. ഇത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഭൂമിയിലേക്ക് പോകാം. എന്നിട്ട് ഐൻസ്റ്റീനെ പോലെ ഒരാളെ റൂഫ് ടോപ്പിൽ നിന്ന് താഴേക്ക് തള്ളിയിടാം. താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തിക്ക് അയാളുടെ ഭാരം അറിയുവാൻ കഴിയും? ഇല്ല. മുകളിൽ നിന്ന് വീണ് താഴെ തൊടുന്ന നിമിഷം വരെ അയാൾ വെയ്റ്റ്ലെസ് ആയിരിക്കും. കൂടാതെ അയാളോടൊപ്പം വീണുകൊണ്ടിരിക്കുന്ന സാധനങ്ങളും അതുപോലെ തന്നെ കൂടെ ഉണ്ടാകും. ഇതല്ലേ ഇപ്പോൾ നമ്മൾ കണ്ട ഇനേർഷ്യൽ ഒബ്സർവറിൻ്റെ കേസ്. അങ്ങനെയെങ്കിൽ ഈ താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന ആളും ഒരു ഇനേർഷ്യൽ ഒബ്സർവർ ആണോ? അതെങ്ങനെ ശരിയാവും? സ്പേസിൽ നിൽക്കുന്ന ഒരാളെ പോലെയാണോ ഭൂമിയുടെ തൊട്ടടുത്തുള്ളയാൾ? അയാൾ ഭൂമിയുടെ ആകർഷണ വലയത്തിലല്ലേ? കൂടാതെ ഹീസ് ആക്സിലറേറ്റിംഗ്, റൈറ്റ്? അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഒരു കല്ലെടുത്ത് മുകളിൽ നിന്ന് താഴെ ഇട്ടാൽ ഓരോ നിമിഷവും അതിൻ്റെ സ്പീഡ് കൂടി വരും. ഈ വീണുകൊണ്ടിരിക്കുന്ന വ്യക്തി താഴെ എത്തുന്ന നിമിഷം തന്നെ വേദനയോടെ അയാൾ തിരിച്ചറിയും, ഹി വാസ് ഇൻഡീഡ് ആക്സിലറേറ്റിംഗ്. ഐൻസ്റ്റീൻ പറഞ്ഞു, ഓക്കെ, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്, പക്ഷെ ന്യൂട്ടൻ, ഞാനിവിടെ നിങ്ങൾ പഠിപ്പിച്ചു തന്ന നിങ്ങളുടെ തിയറിയാണ് ഫോളോ ചെയ്യുന്നത്. ഈ രണ്ട് വ്യക്തികളുടെയും എക്സ്പീരിയൻസിലേക്ക് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കൂ. ഫോർ എക്സാമ്പിൾ, ഈ താഴേക്ക് വീഴുന്ന വ്യക്തിയെ ഒരു ബോക്സിനുള്ളിലാക്കിയാണ് താഴേക്ക് ഇടുന്നതെങ്കിലോ ചുറ്റുമുള്ളതൊന്നും കാണാനും കേൾക്കാനും കഴിയുന്നില്ലെങ്കിൽ സ്പേസിലുള്ള വ്യക്തിയുടെ അതേ എക്സ്പീരിയൻസ് തന്നെയല്ലേ അയാൾക്കുമുള്ളത്? ഈ രണ്ട് കേസിലും ദ എക്സ്പീരിയൻസ് ഈസ് ഐഡൻറ്റിക്കൽ ആൻഡ് ഫിസിക്സ് ഈസ് സെയിം. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഗ്രാവിറ്റി ഇല്ലാത്ത സ്പേസിൽ ഒഴുകി നടക്കുകയാണോ അല്ലെങ്കിൽ ഭൂമിയിൽ ഫ്രീ ഫോളിലാണോ എന്നിവർക്ക് തിരിച്ചറിയുവാൻ സാധിക്കില്ല. അതായത് ദീസ് ടു ആർ ഇക്വലൻ്റ്. ന്യൂട്ടൻ എതിർത്തു. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇത് രണ്ടും സിമിലർ ആണെന്ന് ഞാനും സമ്മതിക്കുന്നു. പക്ഷെ അതിനർത്ഥം അവ ഇക്വലൻ്റ് ആണെന്നല്ല. ഭൂമി എല്ലായ്പ്പോഴും നിങ്ങളെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ നിൽക്കുന്ന പ്രതലം താഴേക്ക് പോകുന്നതിൽ നിന്നും നിങ്ങളെ തടയുന്നു. അതുമൂലമുണ്ടാകുന്ന റിയാക്ഷൻ ഫോഴ്സാണ് നിങ്ങൾക്ക് വെയിറ്റായി അനുഭവപ്പെടുന്നത്. എന്നാൽ ഫ്രീ ഫോളിൽ നിങ്ങളും നിൽക്കുന്ന പ്രതലവുമെല്ലാം ഒരേ വേഗതയിൽ താഴേക്ക് വീഴുന്നതിനാൽ ഈ റിയാക്ഷൻ ഫോഴ്സ് അപ്രത്യക്ഷമാകുന്നു. അതിനാലാണ് വെയിറ്റ് ഇല്ലാത്തതായി തോന്നുന്നത്. എന്നാൽ അതിനർത്ഥം ഗ്രാവിറ്റി ഇല്ലാതായി എന്നല്ല. ഗ്രാവിറ്റി ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. അതായത് ലോക്കലി ഇയാൾ ഒരു ഇനേർഷ്യൽ ഒബ്സർവറായി തോന്നുമെങ്കിലും അങ്ങനെ അല്ല എന്നും ഐൻസ്റ്റീൻ്റെ വാദം തെറ്റാണെന്നും ന്യൂട്ടൻ കൂട്ടിച്ചേർത്തു. ന്യൂട്ടൻ ഇങ്ങനെ പറയുവാൻ കാരണം ഗ്രാവിറ്റിയുടെ ഒരു സവിശേഷതയാണ്. എല്ലാ വസ്തുക്കളും അവയുടെ ഭാരം എന്ത് തന്നെയായാലും ഒരേ വേഗതയിലാണ് താഴേക്ക് വീഴുന്നത് എന്നതാണ് ആ പ്രത്യേകത. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണിത്. ഇതിനെപ്പറ്റി പല കഥകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരു തൂവലും കല്ലും ഒരുമിച്ച് താഴേക്കിട്ട് നോക്കുന്നതും, പിസയിലെ ചരിഞ്ഞ ഗോപുരത്തിൽ നിന്ന് ഗലീലിയോ പല വലുപ്പത്തിലുള്ള കല്ലുകൾ താഴേക്കിട്ട് നോക്കിയതുമൊക്കെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്ത ഭാരമുള്ള വസ്തുക്കൾ ഒരേ സമയം താഴേക്ക് വീഴുന്നത്? ന്യൂട്ടൻ തന്നെ അതിനുള്ള വിശദീകരണം തന്നിട്ടുണ്ട്. എന്നാൽ ഇതേ എക്സ്പ്ലനേഷൻ തന്നെയാണ് ഇങ്ങനെ ആയിരിക്കില്ല കാര്യങ്ങളെന്നും മാറി ചിന്തിക്കുവാനും ഐൻസ്റ്റീനെ പ്രേരിപ്പിച്ചത്. നമുക്കത് എന്താണെന്ന് നോക്കാം. ഇത് നമ്മൾ സ്കൂളിൽ പഠിച്ച ബേസിക് ഫിസിക്സ് മാത്രമാണ്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ച് ഇതാണ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ. ഇത് ഏത് ഫോഴ്സും ആകാം. ഇവിടെ താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ കേസിൽ ഇത് ഭൂമി അതിൽ പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ്. അതിനാൽ ഈ ആക്സിലറേഷനെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയും. ഇനി ന്യൂട്ടൻ്റെ തന്നെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അനുസരിച്ച് ഇതേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ഇങ്ങനെ എഴുതാം. ഇത് രണ്ടും ഒരേ ഫോഴ്സ് ആയതിനാൽ ഇവ തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഈ രണ്ട് സൈഡിലും കോമൺ ആയിട്ട് വരുന്ന മാസ് ക്യാൻസലായി പോകും. അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നത് ഇങ്ങനെ ഒരു സിംപ്ലിഫൈഡ് ഇക്വേഷനായി മാറും. ഓക്കെ, എന്താണ് ഈ ഇക്വേഷൻ പറയുന്നത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി
ഭൂമിയുടെ മാസ്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, ഭൂമിയുടെ റേഡിയസ് എന്നിവയെ മാത്രമാണ് ആശ്രയിച്ചിരിക്കുന്നത്. അല്ലാതെ വസ്തുവിൻ്റെ വലിപ്പത്തിനോ മാസിനോ ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. ഇതിൻ്റെയൊക്കെ വാല്യൂസ് ഇട്ടുകൊടുത്ത് സോൾവ് ചെയ്താൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന കോൺസ്റ്റൻറ്റ് ആക്സിലറേഷനിലാണ് എല്ലാ വസ്തുക്കളും ഭൂമിയിലേക്ക് വീഴുന്നത് എന്ന് കാണാം. ദിസ് മേക്സ് സെൻസ്. ഇതിൽ എന്താണ് പ്രശ്നം? നമുക്കൊന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം, പ്രത്യേകിച്ച് മാസ് തമ്മിൽ ക്യാൻസലായി പോയത്. ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ മാസ് കൂടുന്നതിനനുസരിച്ച് സെയിം ആക്സിലറേഷനിലേക്ക് എത്തിക്കുവാൻ കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും എന്നാണ്. അതായത് ഇവിടെ മാസ് എന്നത് മൂവ്മെൻറ്റിനെതിരെയുള്ള ഒരു റെസിസ്റ്റൻസ് ആണ്. ഇവിടെ നമുക്ക് മാസിനെ റെസിസ്റ്റീവ് അല്ലെങ്കിൽ ഇനേർഷ്യൽ മാസ് എന്ന് പറയാം. എന്നാൽ രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് വന്നാലോ, ഇവിടെ മാസ് എന്നത് ഭൂമിയുടെ ആകർഷണത്തിൻ്റെ തോതിനെ കാണിക്കുന്നു. കൂടുതൽ മാസ് ഉണ്ടെങ്കിൽ കൂടുതൽ ശക്തമായും, മാസ് കുറയുമ്പോൾ ഈ ആകർഷണത്തിൻ്റെ ശക്തിയും കുറയുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. അതായത് ഇവിടെ മാസിന് നമുക്കൊരു ഗ്രാവിറ്റേഷണൽ ചാർജ് എന്നൊക്കെ പറയാം. ചുരുക്കത്തിൽ ഇവിടെ രണ്ടും മാസ് തന്നെയാണെങ്കിലും ബൈ ഡെഫിനിഷൻ ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ എങ്ങനെയാണ് സിമ്പിളായി ഇത് രണ്ടും ക്യാൻസലായി പോയത്? ഈ പോരായ്മയാണ് ഐൻസ്റ്റീൻ ചൂണ്ടിക്കാട്ടിയത്. വസ്തുക്കൾ താഴേക്ക് വീഴുന്നത് അവയുടെ സവിശേഷത മൂലമാണ് എന്ന് കരുതിയിരുന്ന കാലത്ത് എന്തുകൊണ്ട് അങ്ങനെയെന്ന് ന്യൂട്ടൺ ചോദിച്ചതുപോലെ അതേ പാത പിന്തുടരാനാണ് ഐൻസ്റ്റീനും തീരുമാനിച്ചത്. ഐൻസ്റ്റീൻ പറഞ്ഞു, താഴേക്ക് വീഴുന്ന വ്യക്തി ഒരു ഇനേർഷ്യൽ ഒബ്സർവർ തന്നെയാണ്. അയാൾ ആക്സിലറേറ്റ് ചെയ്ത് ഭൂമിയിലേക്ക് വീഴുന്നില്ല, സ്പേസിലുള്ള ആളെപ്പോലെ ഫ്ലോട്ട് ചെയ്യുകയാണ്. ദെൻ ഹീ സെഡ് സംതിങ് ക്രേസി. ഇവിടെ ആക്സിലറേഷൻ ഉണ്ടാകുന്നു എന്നത് ശരി തന്നെ, പക്ഷേ ഭൂമിയാണ് ആക്സിലറേറ്റ് ചെയ്ത് അയാളിലേക്ക് എത്തുന്നത്. ദാറ്റ് ഈസ് ഇൻസെയിൻ. നമ്മുടെ എവരിഡേ എക്സ്പീരിയൻസ് കംപ്ലീറ്റ്ലി തലകീഴായെറിയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണത്. ബട്ട് ഹൗ? അത് മനസ്സിലാകണമെങ്കിൽ നമുക്ക് വീണ്ടും സ്പേസിലേക്ക് തിരിച്ചു പോകണം. ഇത്തവണ ലെറ്റ്സ് ഫയർ ദ റോക്കറ്റ്. എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് റോക്കറ്റ് ആക്സിലറേറ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. നിങ്ങളിപ്പോഴും പഴയതുപോലെ മിഡ് എയറിൽ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ റോക്കറ്റിൻ്റെ സ്പീഡ് ഓരോ നിമിഷവും കൂടി വരുന്നതിനാൽ അതിൻ്റെ ഫ്ലോർ പതിയെ പതിയെ നിങ്ങളിലേക്ക് എത്തി ഒടുവിൽ നിങ്ങളുടെ കാൽ ഫ്ലോറിൽ ടച്ച് ചെയ്യും. അതോടെ നിങ്ങൾക്കും ആക്സിലറേഷൻ്റെ പുൾ അനുഭവപ്പെട്ടു തുടങ്ങും. ഓക്കെ, എങ്ങനെയാണിത് ശരിക്കും അനുഭവപ്പെടുന്നത്? നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ആക്സിലറേറ്റിംഗ് കാറിലിരിക്കുമ്പോഴോ ഒക്കെ ആക്സിലറേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ്റെ എതിർ ദിശയിലേക്ക് ഒരു പുഷ് അല്ലെങ്കിൽ ഒരു ബാക്ക്വേർഡ് ജോൾട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാകും. സെയിം തിങ്. ഇതേ രീതിയിൽ നിങ്ങളുടെ കൂടെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരുന്ന വസ്തുക്കളും താഴെ വന്ന് പതിക്കും. ഇനി അത് കയ്യിലെടുത്ത് മുൻപ് ചെയ്തതുപോലെ എവിടെയെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കിയാലോ? ഇത്തവണ അവിടെ തന്നെ നിൽക്കുന്നതിന് പകരം അത് വീണ്ടും താഴെ ഫ്ലോറിലേക്ക് ചെന്ന് പതിക്കും. കാരണം നിങ്ങൾക്കറിയാം, ഈ റോക്കറ്റിനോടൊപ്പം നിങ്ങൾ ആക്സിലറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഈ റോക്കറ്റ് ആക്സിലറേറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തും. അതേസമയം റോക്കറ്റിനുള്ളിൽ ചവിട്ടി നിന്ന് അതിനോടൊപ്പം ആക്സിലറേറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് അങ്ങനെയല്ലാത്ത ബാക്കി വസ്തുക്കളെല്ലാം താഴേക്ക് ചെന്ന് വീഴുന്നതായി തോന്നും. ഏതോ ഒരു അജ്ഞാത ശക്തി എല്ലാത്തിനെയും താഴേക്ക് പിടിച്ച് വലിക്കുന്നത് പോലെ. ഓ, വെയിറ്റ് എ മിനിറ്റ്, യു ആർ എക്സ്പീരിയൻസിങ് ഇറ്റ് റൈറ്റ് നൗ. ജസ്റ്റ് ട്രൈ ടു ഡ്രോപ്പ് ആൻ ഒബ്ജക്റ്റ്. ഏതോ ഒരു അജ്ഞാത ശക്തി അതിനെ താഴേക്ക് പിടിച്ച് വലിച്ചു കൊണ്ടുപോകും. ദാറ്റ് ഈസ് നോൺസെൻസ്. അതിന് ഭൂമിയിൽ നിൽക്കുമ്പോൾ ഈ ആക്സിലറേഷൻ്റെ ഫീൽ ഇല്ലല്ലോ. ഐ യു ഷുവർ? അപ്പോൾ ആൻസർ ദിസ്. എന്താണ് നിങ്ങളുടെ വെയിറ്റ്? അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? സപ്പോസ് ഈ റോക്കറ്റ് എക്സാക്ട് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണ് ആക്സിലറേറ്റ് ചെയ്യുന്നതെങ്കിൽ ഭൂമിയിൽ നിൽക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി എന്തനുഭവമാണ് ഇവിടെ ഉള്ളത്? പുറത്തുള്ളതൊന്നും കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഭൂമിയിലാണോ സ്പേസിലാണോ എന്ന് തിരിച്ചറിയാൻ പോലും സാധിക്കില്ല. അതായത് എങ്ങനെയാണോ ഈ രണ്ട് കേസും ഇക്വലൻ്റ് ആയത് അതുപോലെ ഇവയും ഇക്വലൻ്റ് ആണ്. എല്ലാ വസ്തുക്കളും എന്തുകൊണ്ടാണ് ഒരേപോലെ താഴേക്ക് വീഴുന്നതെന്ന് വളരെ സിമ്പിളായി നമുക്കിവിടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. അതൊരിക്കലും മറ്റുള്ള വസ്തുക്കളായിരുന്നില്ല. എല്ലായ്പ്പോഴും ഭൂമിയായിരുന്നു ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂവിൽ ആക്സിലറേറ്റ് ചെയ്ത് മറ്റുള്ള വസ്തുക്കളിലേക്ക് എത്തുന്നത്. ഓക്കെ ഐൻസ്റ്റീൻ, ഇനി ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് സമ്മതിച്ചാൽ തന്നെ വൈ ദിസ് ഈസ് എ കേസ്? ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്താൽ ഓരോ നിമിഷവും ഭൂമി എക്സ്പാൻഡ് ചെയ്ത് വരേണ്ടതല്ലേ? കൂടാതെ ഇതനുസരിച്ച് എല്ലാ ഫ്രീ ഫോളിങ് ഒബ്ജക്ട്സും ഒരു ഇനേർഷ്യൽ ഫ്രെയിമിലായിരിക്കണം. ദെൻ വാട്ട് അബൌട്ട് ദ സാറ്റലൈറ്റ്സ്? ഭൂമിയെ അല്ലെങ്കിൽ ഒരു ഗ്രാവിറ്റേഷണൽ ബോഡിയെ ഓർബിറ്റ് ചെയ്യുന്ന സാറ്റലൈറ്റുകളെല്ലാം ഒരു ഫ്രീ ഫോളിലാണെന്ന് നമുക്കറിയാം. എന്നാൽ ഒരു ഇനേർഷ്യൽ ഫ്രെയിം ഫോളോ ചെയ്യേണ്ട നാച്ചുറൽ സ്ട്രെയിറ്റ് ലൈൻ പാത്ത് അല്ല ഈ സാറ്റലൈറ്റുകൾ ഫോളോ ചെയ്യുന്നത്. പകരം ഒരു സർക്കുലർ ഓർബിറ്റാണ്. അതായത് ഓരോ സെക്കൻഡിലും ഇവയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഡയറക്ഷൻ ചേഞ്ച് ഈസ് ആക്സിലറേഷൻ. അപ്പോൾ എങ്ങനെയാണ് ഈ സാറ്റലൈറ്റുകൾ ഒരു ഇനേർഷ്യൽ ഫ്രെയിമിലാകുന്നത്? ദാറ്റ്സ് എ ഗുഡ് പോയിന്റ്. ഇത്തരത്തിൽ ഇനിയുമുണ്ട് ചോദ്യങ്ങൾ. എന്നാൽ ഐൻസ്റ്റീനും ഇതിനുത്തരമുണ്ടായിരുന്നില്ല എന്നതായിരുന്നു വാസ്തവം. ഏകദേശം 8ഓളം വർഷങ്ങളെടുത്തു ഐൻസ്റ്റീന് ശരിക്കും എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ, ഗ്രാവിറ്റി എന്ന ചുരുളഴിയാത്ത രഹസ്യത്തിൻ്റെ ഉള്ളറകളെക്കുറിച്ച് അറിയുവാൻ. ഒടുവിൽ ഓരോ ഡോട്ട്സും കണക്ട് ചെയ്ത് ഫുൾ പിക്ചറിലേക്ക് എത്തിയപ്പോൾ ആധുനിക ശാസ്ത്രത്തിലെ ഏറ്റവും മനോഹരമായ തിയറികളിലൊന്ന് പിറവിയെടുക്കുകയായിരുന്നു, ദ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. പക്ഷേ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു ചോദ്യത്തിനോട് ഉത്തരം വേണം. എന്താണ് ഒരു സ്ട്രൈറ്റ് ലൈൻ? ഒരു ബന്ധവുമില്ലാത്ത ചോദ്യം, ബട്ട് ലെറ്റ്സ് ഫിഗർ ഔട്ട്. 2 പോയിന്റുകൾക്കിടയിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഒരു സ്ട്രൈറ്റ് ലൈൻ. ഇതിൽ സംശയമൊന്നുമില്ലെങ്കിൽ ആൻസർ ദിസ്. 2 സ്ഥലങ്ങൾക്കിടയിൽ പറക്കുന്ന ഫ്ലൈറ്റ് എടുക്കുന്നത് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും. ടൈം, ഫ്യൂവൽ സേവിങ്, അങ്ങനെ പല കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ട്. അപ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം അല്ലേ? ആണോ? നമുക്ക് നോക്കാം. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ലെന്ന് മാത്രമല്ല, ഇതൊരു വളഞ്ഞു പുളഞ്ഞ ലോങ് കർവ്ഡ് ലൈനാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? 2 പോയിന്റുകൾക്കിടയിലുള്ള ഏറ്റവും ചെറിയ ദൂരം ഒരു നേർരേഖ ആയിരിക്കുമെന്നത് ഒരു കോമൺ സെൻസ് നോളജായി തോന്നുമെങ്കിലും ഇത് ശരിയായിരിക്കുന്നത് പരന്ന പ്രതലത്തിൽ മാത്രമാണ്. ഭൂമിയുടെ ഉപരിതലം പോലുള്ള കർവ്ഡ് സർഫസുകളിൽ ഇത്തരത്തിലുള്ള ഒരു കർവ്ഡ് ലൈനായിരിക്കും ശരിക്കുമുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഇതിന് നമ്മൾ ഒരു ജിയോഡസിക് എന്ന് പറയുന്നു. നമ്മൾ ലോജിക്കൽ എന്ന് വിളിക്കുന്ന പല കാര്യങ്ങളും ശരിയായ പെർസ്പെക്റ്റീവിൽ മാത്രമാണ് ലോജിക്കൽ എന്ന് ജിയോഡസിക് നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഐൻസ്റ്റീൻ പറഞ്ഞു, ഈ പ്രപഞ്ചത്തിൻ്റെ ഊടും പാവും നെയ്തിരിക്കുന്ന സ്പേസ് ടൈം എല്ലാവരും കരുതുന്നത് പോലെ പരന്നതല്ലെങ്കിലോ? ദ്രവ്യത്തിൻ്റെ സാന്നിധ്യം അതിനെ വളയ്ക്കുകയും തിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ വസ്തുക്കളുടെ ചലനത്തെക്കുറിച്ചുള്ള എല്ലാ ലോജിക്കൽ അസംഷൻസും തലകീഴായി മറിയില്ലേ? അതായത് ഭൂമിയുടെ സാന്നിധ്യം അതിന് ചുറ്റുമുള്ള സ്പേസ് ടൈമിനെ വളയ്ക്കുന്നുണ്ടെങ്കിൽ അത്തരം വളഞ്ഞ സ്പേസ് ടൈമിലൂടെ സഞ്ചരിക്കുന്ന വസ്തുക്കൾ ഇത്തരത്തിലുള്ള ഒരു കർവ്ഡ് ജിയോഡസിക്കിൽ കൂടി ആയിരിക്കില്ലേ സഞ്ചരിക്കുന്നത്? അതായത് സാറ്റലൈറ്റുകൾ നമ്മൾ കരുതുന്നത് പോലെ ഒരു സർക്കുലർ ഓർബിറ്റിൽ ആക്സിലറേറ്റ് ചെയ്യുകയല്ല, പകരം ദേ ആർ ട്രാവലിംഗ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ എ കർവ്ഡ് ജോമെട്രി. നമുക്കിത് മറ്റൊരു എക്സാമ്പിളിലൂടെ ഒന്നുകൂടി വ്യക്തമാക്കാം. 2 വ്യക്തികൾ ഏതാനും കിലോമീറ്ററുകൾ അകലത്തിൽ ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവപ്രദേശത്തേക്ക് പാരലലായി നടക്കുകയാണെന്ന് കരുതുക. അവർ പാരലലായാണ് നടക്കുന്നതെങ്കിലും ഭൂമിയുടെ കർവേച്ചർ മൂലം ധ്രുവപ്രദേശത്തേക്ക് എത്തുമ്പോഴേക്കും അവർക്കിടയിലുള്ള ദൂരം കുറഞ്ഞു വന്ന് അവർ കൂട്ടിമുട്ടും. പാരലൽ ലൈൻസ് ഒരിക്കലും കൂട്ടിമുട്ടില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ദാറ്റ് ഈസ് ഓൺലി ട്രൂ ഇൻ എ ഫ്ലാറ്റ് സർഫസ്. ഇവിടെ ഇവരുടെ മൂവ്മെൻറ്റ് ഫ്രെയിം ബൈ ഫ്രെയിം കാണുകയാണെങ്കിൽ അവർക്കിടയിൽ ഒരു ഫോഴ്സ് പ്രവർത്തിച്ച് അവരെ ഓരോ നിമിഷവും അടുപ്പിച്ചടുപ്പിച്ച് കൊണ്ടുവരുന്നതായി കാണാൻ കഴിയും. എന്നാൽ അവിടെ വാസ്തവത്തിൽ അങ്ങനെ ഒരു ഫോഴ്സ് ഇല്ല. അവർ 2 പേരും അത്തരത്തിലൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുമില്ല. അതുപോലെ തന്നെയാണ് ഗ്രാവിറ്റിയും. ശരിക്കും അങ്ങനെ ഒരു ഫോഴ്സ് ഇല്ല. ഇറ്റ് വാസ് ഓൾവേസ് ബീൻ ദ കർവേച്ചർ ഓഫ് സ്പേസ് ടൈം. അങ്ങനെയെങ്കിൽ ഭൂമി എന്തിനാണ് ആക്സിലറേറ്റ് ചെയ്യുന്നത്? ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ ആക്സിലറേഷൻ്റെ അഭാവത്തിൽ നിങ്ങൾ നിങ്ങളുടെ നാച്ചുറൽ സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ജിയോഡസിക് പാത്ത് ഫോളോ ചെയ്യണം. എന്നാൽ ഭൂമിയുടെ സർഫസ് ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഈ നാച്ചുറൽ ഫ്രീ ഫോളിംഗ് പാത്ത് ഫോളോ ചെയ്യുന്നതിൽ നിന്നും നമ്മളെ തടയുന്നു. ഇഫ് യു ആർ നോട്ട് ഫോളോയിങ് യുവർ ജിയോഡസിക് യു നീഡ് ടു ആക്സിലറേറ്റ്. ഇത്തരത്തിൽ ആക്സിലറേറ്റ് ചെയ്യുന്ന ഭൂമി എന്തുകൊണ്ടാണ് സ്പേസിൽ എക്സ്പാൻഡ് ചെയ്ത് വരാത്തത്? ആക്സിലറേഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സ്പേസിലൂടെ മൂവ് ചെയ്ത് പോകുന്നതാണ്. എന്നാൽ ഇത്തരത്തിൽ സ്പേഷ്യൽ കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യാതെയും നിങ്ങൾക്ക് ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റും. ഐ നോ ഇറ്റ് ബിറ്റ് കൺഫ്യൂസിങ്, പക്ഷേ നമുക്ക് GRൻ്റെ കോംപ്ലക്സിറ്റിയിലേക്കൊന്നും പോകാതെ സിമ്പിളായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. ഒരു ഫ്ലാറ്റ് സർഫസിൽ 2 വ്യക്തികൾ ഒരു പാരലൽ സ്ട്രെയിറ്റ് ലൈൻ ഫോളോ ചെയ്താൽ അവക്കിടയിൽ അകലം മാറാതെ അതുപോലെ നിലനിൽക്കും. അതേസമയം അവർ ഏതെങ്കിലും രീതിയിൽ ആക്സിലറേറ്റ് ചെയ്താലോ അവർ അകന്നകന്ന് പോവുകയും ചെയ്യും. നേരെ മറിച്ച് ഒരു കർവ് ജോമെട്രിയിൽ പാരലലായി മൂവ് ചെയ്യുന്നത് നിങ്ങളെ അടുത്തടുത്ത് കൊണ്ടുവരും. ഇവിടെ അവർക്കിടയിലുള്ള അകലം കോൺസ്റ്റൻ്റായി നിലനിർത്തണമെങ്കിൽ അവർക്ക് ആക്സിലറേറ്റ് ചെയ്യേണ്ടി വരും. ജസ്റ്റ് ആ അകലം അതുപോലെ നിലനിർത്തണമെങ്കിൽ പോലും. ഇമാജിൻ ദാറ്റ് ഒരു കർവ്ഡ് സ്പേസ് ടൈമിൽ ജസ്റ്റ് ടു സ്റ്റേ അറ്റ് റെസ്റ്റ് നിങ്ങൾക്ക് ആക്സിലറേറ്റ് ചെയ്യേണ്ടി വരുന്നു. സംശയമുണ്ടോ? ഭൂമിയിൽ വെറുതെ നിൽക്കുമ്പോൾ കയ്യിൽ ഒരു ആക്സിലറോമീറ്റർ പിടിച്ചു നോക്കൂ. നിങ്ങൾ ആക്സിലറേറ്റ് ചെയ്യുന്നതായി അത് കാണിക്കും. നൗ ഇറ്റ് ബ്യൂട്ടിഫുള്ളി എക്സ്പ്ലെയിൻസ് എവ്രിതിങ്. പക്ഷേ അതുകൊണ്ടായില്ല.
ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ എന്നതിന് എന്താണ് തെളിവ്? തൻ്റെ തിയറി പ്രൂവ് ചെയ്യാനുള്ള ഒരു വഴിയും ഐൻസ്റ്റീൻ തന്നെ മുന്നോട്ട് വെച്ചു. ഗ്രാവിറ്റി എന്നത് കർവ്ഡ് സ്പേസ് ടൈം ജോമെട്രി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇല്യൂഷൻ ആണെങ്കിൽ ഈ കർവ്ഡ് സ്പേസ് ടൈമിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരു വസ്തുവിൻ്റെ പാതയിലും വ്യതിയാനം ഉണ്ടാകും. അതായത് മാസ് ഇല്ലാത്ത പ്രകാശത്തിന് പോലും വ്യതിയാനം സംഭവിക്കും. നമ്മുടെ തൊട്ടടുത്തുള്ള ഏറ്റവും ശക്തമായ ഗ്രാവിറ്റേഷണൽ സോഴ്സ് നമ്മുടെ സൂര്യനാണ്. അപ്പോൾ സൂര്യൻ്റെ സാന്നിധ്യം മറ്റുള്ള നക്ഷത്രങ്ങളുടെ പ്രകാശത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിലൂടെ ഐൻസ്റ്റീൻ്റെ ഈ പ്രപ്പോസൽ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയും. ബട്ട് ദർ ഈസ് എ പ്രോബ്ലം. ആകാശത്തിലെ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ഒബ്ജക്റ്റും നമ്മുടെ ഈ സൂര്യൻ തന്നെയാണ്. അപ്പോൾ സൂര്യൻ്റെ സാന്നിധ്യത്തിൽ മറ്റുള്ള നക്ഷത്രങ്ങളെ കാണുക എന്നത് ഏതാണ്ട് അസാധ്യമാണ്. എന്നാൽ ഇത് സാധ്യമാകുന്ന ഒരവസരമുണ്ട്: സമ്പൂർണ്ണ സൂര്യഗ്രഹണം. 1919 ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് ആർതർ എഡിങ്ടന്റെ നേതൃത്വത്തിൽ നടത്തിയ പഠനങ്ങളിൽ സൂര്യൻ്റെ സാന്നിധ്യം പ്രകാശരശ്മികളെ വളയ്ക്കുന്നതായും ഇത് മറ്റുള്ള നക്ഷത്രങ്ങളുടെ അപ്പാരന്റ് പൊസിഷനിൽ വ്യതിചലനം ഉണ്ടാക്കുന്നതായും തെളിയിക്കപ്പെട്ടു. മാത്രമല്ല, ഇത് ഐൻസ്റ്റീൻ എങ്ങനെയാണോ പ്രവചിച്ചത് അങ്ങനെ തന്നെയായിരുന്നു. ഈ കണ്ടുപിടുത്തത്തോടെയാണ് ന്യൂട്ടന് ശേഷം ലോകം മുഴുവൻ ആരാധിക്കുന്ന വിശ്വപ്രശസ്തനായ ശാസ്ത്രജ്ഞൻ എന്ന നിലയിലേക്ക് ഐൻസ്റ്റീൻ പ്രതിഷ്ഠിക്കപ്പെട്ടത്. അവിടെ നിന്നിങ്ങോട്ട് കഴിഞ്ഞ 100 വർഷങ്ങളായി ജനറൽ റിലേറ്റിവിറ്റി നടത്തിയ ഓരോ പ്രവചനങ്ങളും സത്യമായിക്കൊണ്ടിരിക്കുന്നു. ഗ്രാവിറ്റേഷണൽ ലെൻസിങ്, ഗ്രാവിറ്റേഷണൽ ടൈം ഡയലേഷൻ, ബ്ലാക്ക് ഹോൾസ്, ഗ്രാവിറ്റേഷണൽ വേവ്സ് തുടങ്ങിയവ അവയിൽ ഏതാനും ചിലത് മാത്രം. ഇൻഫാക്ട് വൺ ഓഫ് ദ മോസ്റ്റ് ടെസ്റ്റഡ് ആൻഡ് സക്സസ്ഫുൾ സയൻറ്റിഫിക് തിയറികളിൽ ഒന്നുകൂടിയാണ് ജനറൽ റിലേറ്റിവിറ്റി. ഇപ്പോഴും അതിൻ്റെ നേരെ വരുന്ന ഓരോ പരീക്ഷണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അതിൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ന്യൂട്ടോണിയൻ ഗ്രാവിറ്റി നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മളത് ഉപേക്ഷിക്കാത്തത്? നമ്മളിവിടെ എല്ലാവർക്കും മനസ്സിലാകണമെന്ന ഉദ്ദേശത്തോടെ GRൻ്റെ വളരെ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇൻ റിയാലിറ്റി ഇതാണ് ജനറൽ റിലേറ്റിവിറ്റി. നേരെ മറിച്ച് ഇതാണ് ന്യൂട്ടൻ്റെ തിയറി. എക്സ്ട്രീം ഗ്രാവിറ്റിയോ വെലോസിറ്റിയോ ഇല്ലാത്ത സന്ദർഭങ്ങളിൽ ഇതിന് പകരം ഇതുപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കാകെ കിട്ടുന്നത് ബില്യൺ ഓഫ് എ പെർസെൻറ്റേജിൽ താഴെ മാത്രം ആക്യുറസി ആയിരിക്കും. നിത്യജീവിതത്തിൽ ആവശ്യമുള്ള സാധാരണ സന്ദർഭങ്ങളിലും പ്രൊജക്ടൈൽസ്, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പോലുള്ള ഒട്ടുമിക്ക എഞ്ചിനീയറിംഗ് കാൽക്കുലേഷൻസിലും ഇതിൻ്റെ ആവശ്യമേ വരുന്നില്ല. കൂടാതെ ഒരു സാധാരണ വ്യക്തിക്ക് അയാളുടെ എക്സ്പീരിയൻസുമായി ചേർന്ന് പോകുന്ന വിധത്തിൽ ഗ്രാവിറ്റിയെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ന്യൂട്ടൻ്റെ തിയറിയിലൂടെയാണ്. അതായത് ഒരു മാമ്പഴം മുറിക്കാൻ നമുക്കൊരു കത്തി മതി, ലേസർ കട്ടിംഗ് മെഷീൻ ആവശ്യമില്ല എന്ന് സാരം. ഇത്തരം സയൻസ് എക്സ്പ്ലെയിനർ വീഡിയോസ് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Until then, goodbye.